ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നൊരു വീഡിയോ ആട്ടോ. അപ്പം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, സർപ്രൈസ് വീഡിയോ ആട്ടോ. ഞങ്ങൾ ചെല്ലുന്ന ആരെയും വീട്ടിൽ ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് ഫുഡൊക്കെ റെഡിയാക്കി അടുത്ത റൂമിൽ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവമ്മോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന 3 മാസത്തിന് ശേഷം വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇവമ്മക്ക് ഫുഡൊക്കെ കൊടുത്തു. അവൾ ട്രെയിനിലുള്ള എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അവളെല്ലാവരുടെയും കൈ ചെല്ലുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിച്ചിരി ഉറക്കം വരുന്നൊരിത് വന്ന് പിന്നെ ആൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആട്ടോ ഇത്. ഞാൻ 2 ഡേയ്സ് ഫുള്ള് ഇരിക്കണം ട്രെയിനിൽ. അങ്ങനെ 2ാമത്തെ ദിവസത്തെ ആട്ടോ ഇത്. അങ്ങനെ സെക്കൻഡ് ഡേ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അവളെക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തൊരു മലയാളി ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിയുടെ കയ്യിലിരുന്ന് ഭയങ്കര കമ്പനിയായി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ വീട്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോഴുള്ളൊരു സന്തോഷമുള്ള നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ബ്രദറായിരുന്നു കേട്ടോ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന. ബ്രദറിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്ന കാര്യം. അങ്ങനെ അണ്ണൻ ഞങ്ങളെ വിളിക്കാൻ വന്ന് പൊക്കോണ്ടിരിക്കും കേട്ടോ. ആദ്യം ഫസ്റ്റ് പോയത് എൻ്റെ വീട്ടിലേക്കാട്ടോ. അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമെന്ന്. ഞാൻ വരുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞേ ഉള്ളൂ, ഞാൻ കിടക്കാൻ പോവാം കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. അതുകൊണ്ട് അമ്മ ഭയങ്കര സർപ്രൈസായി പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് ചെല്ലുന്നൊരു ഇതാട്ടോ ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് ചേട്ടനാട്ടോ ചെന്നപ്പോഴത്തേക്ക് അണ്ണൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ സൈഡിൽ നിൽക്ക്, ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുക കേട്ടോ. എന്താണ് എക്സ്പ്രഷൻ എന്നറിയത്തില്ല. അങ്ങനെ വാതിൽ തുറന്ന് അങ്ങനെ അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് ഒരു അമ്മയ്ക്കൊരു എക്സ്പ്രഷനും ഇല്ല. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം ചേട്ടനെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഞങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള. അമ്മ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഇത് ആരാന്നുള്ള ഭാഗത്തിൽ. എന്നെ ഒരു മൈൻഡും ഇല്ലായിരുന്നു. അമ്മയും അനിയത്തിയും ഭയങ്കര സർപ്രൈസായി. അങ്ങനെ ഇവമോളെ എടുത്ത് അവൾ ആകെ കരച്ചിലായിരുന്നു. ഫസ്റ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ടാട്ടോ. അങ്ങനെ ചേട്ടൻ ചെന്ന് അച്ഛനോട്, എന്തായാലും അച്ഛനോട് പറയാൻ നമുക്ക് വാതിൽ തുറക്കാൻ പറ്റില്ല. അങ്ങനെ അച്ഛനോട് പറഞ്ഞ്, പക്ഷേ അത് ഫുൾ ഫ്ലോപ്പായിപ്പോയി. അച്ഛൻ ഡയറക്റ്റ് തന്നെ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവിടുത്തെ സർപ്രൈസ് വീഡിയോ കിട്ടിയില്ല. അവർ വാതിൽ തുറക്കും മുന്നേ അറിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ സർപ്രൈസൊക്കെ കൊടുത്ത്. പക്ഷേ ഇവമോൾ ആരുടെയും കൈ ചെല്ലുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ടൈം. പിന്നെ റെഡി. ആദ്യം ആൾ ഭയങ്കര കരച്ചിലായിരുന്നു, പിന്നെ ഓക്കെ ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ.